ക്രിസ്തുയേശുവിൻ്റെ വാത്സല്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. യേശു പറഞ്ഞ ഒരു വരിയാണ് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 46-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തു ചോദിക്കുന്നു, നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. യേശുവിൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ഈ ലോകത്തിലുള്ള ആർക്കും കഴിഞ്ഞില്ല സ്നേഹിതരെ. യേശുവിൻ്റെ ജനനം തൊട്ട് ഉള്ള ജനങ്ങൾ സ്നാനം വരെയും ആർക്കും യേശുവിൻ്റെ ഒരു പാപം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ യേശുവിൻ്റെ സ്നാനശേഷവും കർത്താവായ യേശുവിൽ ഒരു പാപം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷവും പല കോടതികൾ വിസ്തരിക്കുമ്പോഴും യേശുവിൽ ഒരു പാപം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. യേശു പാപം ചെയ്തിട്ടില്ല. യേശുവിൽ പാപമില്ല. യേശുവിൽ പാപം വന്നിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 46-ാം വാക്യം വായിക്കുമ്പോൾ 45-ൽ, ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത്? ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത വരി, അതിനെ യേശു, എനിക്ക് ഭൂതമല്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കാത്രേ ചെയ്യുന്നത്. നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ശബ്ദം കേൾക്കുന്ന പൈതൽ, യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങളിലാണ് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. കർത്താവായ യേശുവിൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം യേശു ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു. പാപമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളെ ഉണ്ട്. അത് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അത്രേ. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 26-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം മുതൽ, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. മറിയയുടെ അടുക്കൽ ദൈവം ഗബ്രിയേൽ ദൂതനെ പറഞ്ഞയക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുകയാണ് സ്നേഹിതരെ. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ കത്തിച്ചെന്ന് ദൂതൻ അവൾ എവിടെയാണോ ആയിരുന്നത്, അവൾ ആയിരുന്നതായ ആ സ്ഥലത്ത്, അകത്ത്, ആ വീടിനകത്ത്, അവൾ ആയിരുന്ന സ്ഥാനത്ത് അകത്ത് ചെന്ന്, സ്തോത്രം, ആ കന്യകയുടെ പേർ മറിയുന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, അവളെ വിളിച്ച പേര് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞതാണ്, ഒന്ന് നീ കൃപ ലഭിച്ചവളാണ്, 2 കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് ദൂതൻ പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട. കണ്ടോ, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം മറിയയുടെ കാതുകൾ കേൾക്കുകയാണ്. മറിയ നിന്ന സ്ഥലത്ത് അകത്ത് ചെന്ന് ദൂതൻ സംസാരിക്കുകയാണ്. ദൂതൻ അവനോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. മറിയ ദൂതനോട് ഇത്രയും കേട്ടുകൊടുന്ന് മറിയ പറയുകയാണ്,
വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടതേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞില്ല. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. മറിയ പറയുകയാണ്, അയ്യോ, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് ദൂതൻ, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കുവാൻ കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. ഇത് രണ്ടിലൂടെ പരിശുദ്ധാത്മാവ് വന്നു, അത്യുന്നത ശക്തി മറിയ എന്ന സഹോദരൻ നിഴലിട്ടപ്പോൾ ഒരു വിശുദ്ധ പ്രജ പുറത്തു വന്നു. ആ വിശുദ്ധ പ്രജയുടെ പേരാണ് യേശു ക്രിസ്തു. വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രനെ പരിശുദ്ധാത്മാവിലൂടെ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പിതാവ് നൽകി. നോക്കി, പാപമില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. നിങ്ങളിലാർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. യേശുവിൻ്റെ ജനനം പാപത്തിലൂടെ അല്ല. സകല മനുഷ്യരും പാപത്തിൽ, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സകല മനുഷ്യരും പാപത്തിൽ ജനിക്കുന്നു, എന്നാൽ യേശു ക്രിസ്തു മാത്രം പാപത്തിലല്ല ജനിച്ചത്, പരിശുദ്ധാത്മാവിൽ ജനിച്ചു. അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതെ, ഒരു ദൈവപുത്രൻ യേശു ക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉരുവാക്കുവാൻ ദൂതനെ ദൈവം അയക്കുകയാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ 38, മറിയ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. 37, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവത്തിന് അതാണ് എന്നിലൂടെ ഇഷ്ടമെങ്കിൽ നടക്കട്ടെ. ഒരു വിശുദ്ധ പ്രജ എന്നിലൂടെ പുറത്തു വരുവാൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൂതൻ അവളെ വിട്ടുപോയി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിൻ്റെ വാക്ക് ഫലിക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അത്യുന്നത ശക്തി അവളുടെ മേൽ നിഴലിട്ടു. പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു. അത്യുന്നത ശക്തി നിഴലിട്ടു. ഒരു വിശുദ്ധ പ്രജ ഉരുവായി. അതത്രേ ദൈവപുത്രൻ, അതത്രേ യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപമില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു അത്രേ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പാപമില്ലാതെ ഒരുവൻ വന്നു, അത് യേശു ക്രിസ്തു. പാപമില്ലാതെ ജനിച്ചു, പാപമില്ലാതെ ജീവിച്ചു. 30-ാം വയസ്സിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്ഥാനപ്പെട്ട് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ഒരു ശബ്ദം ഉണ്ടായി. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ യേശുവിൻ്റെ മേൽ വന്നു. യേശു ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി. സ്തോത്രം. ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിന്നെ 40 നീണ്ട ദിവസം പരീക്ഷിക്കപ്പെട്ടു. ഈ പരീക്ഷയിൽ ശത്രുവിനെ പരാജയപ്പെടുത്തി യേശു ക്രിസ്തു ആത്മാവിൽ നിറഞ്ഞ് പുറത്തു വന്നു. വേദപുസ്തകം പറയുന്നു, പിശാച് പരീക്ഷിക്കാൻ നോക്കി, പക്ഷേ ശത്രു പരാജയപ്പെട്ടു പോയി. 3 കാര്യങ്ങൾ യേശു ക്രിസ്തുവിൽ കൊണ്ടിട്ടു, പക്ഷെ 3 കാര്യവും പരാജയപ്പെട്ടു. 12-ാം വാക്യത്തിൽ വായിക്കുന്നു, 4:12, ലൂക്കോസ് 4:12 പറയുന്നു, യേശു അവനോട് 13-ാം വാക്യത്തിൽ, ലൂക്കോസ് 4:13, അങ്ങനെ പിശാച് സകല പരീക്ഷ തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചത്. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ പിന്നെ അങ്ങോട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. പോകുമ്പോഴും എല്ലായിടത്തും അത്ഭുതങ്ങൾ നടന്നു, അതിശയങ്ങൾ നടന്നു. കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് പകൽ മുഴുവനും ശുശ്രൂഷിച്ച്. എൻ്റെ അപ്പൻ്റെ ശുശ്രൂഷ എത്ര ശ്രേഷ്ഠമായിരുന്നു! യേശു സംസാരിച്ചതുപോലെ ഒരുവനും സംസാരിച്ചിട്ടില്ല.
ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, യേശു ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജീവിച്ചിട്ടില്ല. നമ്മുടെ യേശു മാത്രം സത്യദൈവം. ആ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി ഇതാ ഭൂമിയിലേക്ക് വന്നു, പരിശുദ്ധാത്മാവിൽ ജനിച്ചു. 30 വയസ്സ് വരെ മാതാപിതാക്കൾ കീഴ്പ്പെട്ട് 30-ാം വയസ്സിൽ സ്നാനപ്പെട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കാൻ തുടങ്ങി. യേശു ക്രിസ്തു 33.5 വയസ്സാകുമ്പോൾ ഇതാ സ്വത്രം ഗെത്സമന തോട്ടത്തിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു കൂട്ടം പേര് വരികയാണ്. സ്തോത്രം. അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്ത് ഓരോ കോടതികളിലായി മാറി കൊണ്ടുപോകുമ്പോൾ, സ്തോത്രം, യേശു ക്രിസ്തു ഒരു പാവിയെപ്പോലെ കർത്താവിനെ നിർത്തി വിസ്തരിക്കുമ്പോൾ യേശുവിൽ ഒരു തെറ്റുപോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞു, നിങ്ങളിലാർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഇത് വിസ്തരിക്കുമ്പോഴല്ല പറഞ്ഞത്, അതിന് മുമ്പാണ് പറഞ്ഞത്. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളിലാർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അങ്ങോട്ടാണ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് കർത്താവിനെ വിസ്തരിച്ചത്. അവിടെയും ഒരു പാപം കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, പാപം കർത്താവിലില്ല. കർത്താവ് യേശു ക്രിസ്തു മാത്രമുണ്ട് പാപം ചെയ്യാത്തത്. ആ കർത്താവിന് മാത്രമേ പാപികളായ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. പാപിയായി നമ്മെ രക്ഷിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരുവൻ വരണമായിരുന്നു. അതിനുവേണ്ടി പിതാവ് തൻ്റെ ഏകജാതനെ പുത്രനെ നമുക്കായി തന്നു. നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു യേശു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, മകനെ, മകളെ, നിനക്ക് വേണ്ടി ഒരാൾ മരിച്ചു, ഒരാൾ തകർന്നു, ഒരാൾ പാപം ശാപം ഏറ്റെടുത്തു. സകലതും ഒരു അകൃത്യ യാഗമായി പിതാവാകുന്ന ദൈവം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു, യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തു. പാപമില്ലാത്ത യേശു നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് 33.5 വയസ്സിൽ, സ്തോത്രം, ഒരു കള്ളനെ പോലെ വിശുദ്ധനാകുന്ന പാപമില്ലാത്ത യേശു ഒരു കുറ്റവാളിയെ പോലെ വിസ്തരിക്കപ്പെടുകയാണ്. ഇതാ ഗോൽഗൊത്തായിൽ പീലാത്തോസിൻ്റെ കൽത്തളം മുതൽ ഗോൽഗൊത്ത വരെയും കർത്താവ് വീണ്ടും എഴുന്നേറ്റ് പോവുകയാണ്. അവിടെ എല്ലാം എൻ്റെയും നിങ്ങളുടെ വിടുതലായിരുന്നു നടന്നത്. യേശുവിൻ്റെ മരണം നമുക്കൊരു വിടുതലത്രേ. യേശുവിൻ്റെ ക്രൂശ് മരണം. ശബ്ദം കേൾക്കുന്ന പൈതലെ, നരക യോഗ്യനായി വീണ എന്നെ നിങ്ങളെ രക്ഷിക്കാൻ യേശു ആമേൻ വീണ്ടും എഴുന്നേറ്റും മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു. കർത്താവ് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന സകല മക്കളും നിത്യ നരകം വിട്ട് നിത്യത കടന്നിരിക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, യേശുവിൽ പാപം ഇല്ലായിരുന്നു. ആ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളിലാർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം, ജനനം ഒരു അത്ഭുതം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ഒരു അത്ഭുതം. യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു അത്ഭുതം. യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു അത്ഭുതം. ഇനി യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം ഒരു അത്ഭുതമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ഒരു അത്ഭുതമായി നടക്കാൻ പോകുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടില്ല. കർത്താവ് സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. കർത്താവ് യേശുവിൻ്റെ ആഗ്രഹം നമ്മൾ യേശു നടന്നതുപോലെ നടക്കണമെന്നാണ്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ജീവിക്കണമെന്നാണ്. അതിന് നമ്മുടെ മേൽ ശക്തിയില്ല. കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാമോ? കർത്താവിൻ്റെ കൂടെ വസിക്കാമോ? കർത്താവിൻ്റെ മാറിൽ പറ്റിക്കിടക്കാമോ? ഏതെല്ലാം പ്രശ്നത്തിലൂടെ നീ പോകുന്നെങ്കിലും നിന്റെ പ്രശ്നത്തെ വലുത് യേശു ക്രിസ്തു അത്രേ. പ്രതികൂലത്തെക്കാൾ വലുത് യേശു ക്രിസ്തു അത്രേ. പ്രതിസന്ധിയേക്കാൾ വലുത് യേശു ക്രിസ്തു അത്രേ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ തീച്ചുള്ള അനുഭവത്തിലൂടെ പോകുന്ന ആളായിരിക്കാം. പേടിക്കേണ്ട, കർത്താവ് യേശു കൂടെ ഉണ്ട്. ലോക അവസരത്തുള്ള എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഞാൻ മാറുകയില്ല. പെറ്റ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ആരെല്ലാം മാറിപ്പോയാലും മാറിപ്പോകത്തൊരു രക്ഷകൻ നമ്മുടെ കൂടെ ഉണ്ട്. ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്തൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആരെല്ലാം അകന്നു പോകുമ്പോഴും അകലാത്തൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആരൊക്കെ മാറ്റിവിടുമ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, പ്രിയ പൈതലെ, നിനക്ക് വേണ്ടി യേശു ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു.
ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. തനിക്കായി കാത്തിരിക്കുന്നൊരു രക്ഷയ്ക്കായി പാപം കൂടാതെ വീണ്ടും വരും. ആ യേശു വരാറായി. പൈതലേ, നിനക്ക് വേണ്ടി യേശു മരിച്ചു. നീ ആ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചാൽ നിനക്കൊരു വിടുതലുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നീ ഇതുവരെ കർത്താവിനെ കണ്ടുമുട്ടാത്ത പൈതലാണെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ യേശുവിനോട് പറഞ്ഞ, കർത്താവേ, എനിക്കും അങ്ങേ ആവശ്യമാണ്, അങ്ങയുടെ കൃപ എനിക്ക് വേണം. യേശുവിനെ കണ്ടുമുട്ടിയ പൈതലെ, കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ കർത്താവിനോട് കൂടെ നടക്കണമെന്നാണ്. ക്രിസ്തു നമ്മളിൽ നിറയട്ടെ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ നിറയട്ടെ, നമ്മുടെ പാപ മനുഷ്യൻ മരിക്കട്ടെ, ക്രിസ്തു യേശു നമ്മുടെ അകത്ത് വസിക്കട്ടെ. ഗലാത്യർ 2:20 അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞു, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്ന ഞാനല്ല, യേശു അത്രേ ജീവിക്കുന്നത്. യേശു നമ്മൾ ജീവിക്കട്ടെ, പാപ മനുഷ്യൻ മരിക്കട്ടെ, സ്വയങ്ങൾ മരിക്കട്ടെ, ഞാനെന്ന ഭാവങ്ങൾ മരിക്കട്ടെ. കർത്താവിൻ്റെ ദൈവിക ശക്തി നമ്മുടെ മേൽ നിറച്ച് ഓരോ സെക്കൻഡ് കൃപകളാൽ നിറയ്ക്കട്ടെ. പാപത്തെ ജയിച്ച്, ദുഷ്ടനെ ജയിച്ച്, ഇരുട്ടിനെ ജയിച്ച്, ലോകത്തെ ജയിച്ച് ക്രിസ്തുവിൽ ഒരു ജയാളിയായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും ഒരുക്കട്ടെ. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. നമ്മളൊന്ന് നോക്കിയാൽ പാപം മാത്രമേ ഉള്ളൂ, യേശുവിൽ പാപമേ ഇല്ല. നമ്മൾ നോക്കിയാൽ പാപം മാത്രമേ ഉള്ളൂ, എന്നാൽ യേശുവിൽ പാപമേ ഇല്ല. ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, നമുക്ക് പറയാം, കർത്താവേ, എന്നെ നോക്കുമ്പോൾ പാപം മാത്രമേ ഉള്ളൂ, എന്നാൽ അങ്ങിൽ പാപമില്ല. പാപമില്ലാത്ത അങ്ങയുടെ ആ രക്തം കൊണ്ട് എൻ്റെ പാപക്കറകളെ ക്ഷമിച്ച് എന്നെയും കൂടെ അപ്പൻ നടന്നതുപോലെ നടക്കുവാൻ, അപ്പനിൽ ജീവിക്കുവാൻ, അപ്പനിൽ വസിക്കുവാൻ കർത്താവ് കൃപ തരണമെന്ന് പറഞ്ഞേട്ടെ. ആ കർത്താവ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഭാരത്തോടും ആദിയോടും ഹൃദയ ദുർഖത്തോടും ഇരിക്കുന്നതായിരിക്കാം. എന്നാൽ യേശു എല്ലാത്തിനും മറുപടി തരും. കണ്ണുനീരിനെ കണ്ടിട്ട് മാറിപ്പോകുന്നവരല്ല, കൂടെ കരയുന്ന കർത്താവ്. വേദനിക്കുന്ന മക്കളുടെ വേദന കണ്ട് മാറി അകന്നു പോകുന്ന കർത്താവല്ല, വേദനയെ മാറ്റുന്ന കർത്താവ്. ഞെരുക്കത്തോടിരിക്കുന്നവരുടെ അടുക്കൽ ഇറങ്ങി വന്ന് ഞെരുക്കങ്ങളെ മാറ്റുന്ന കർത്താവ്. നിരാശയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിരാശകളെ മാറ്റുന്ന കർത്താവ്. തകർന്ന് തരിപ്പണമായെന്ന് പറയുമ്പോൾ തകർത്തെറിയാതെ ഇറങ്ങി വന്ന് രക്ഷിക്കുന്ന കർത്താവ്. ശബ്ദം കേൾക്കുന്ന പൈതലെ, നിന്നെ കർത്താവ് കാണുന്നുണ്ട്, നിന്നെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് വിടുവിക്കാൻ മതിയായവനാണ്. ഇതുവരെയും കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ലയോ? യേശുവിനോട് പറയാം, കർത്താവിൻ്റെ അടുക്കൽ പോകാം, കർത്താവിനെ ഒന്ന് കാണാം. കർത്താവിനെ കണ്ടുമുട്ടി ജീവിക്കുന്ന പൈതലെ, കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം ക്രിസ്തുവിൽ ജീവിക്കുകയാണ്, കർത്താവിൻ്റെ കൂടെ നടക്കുകയാണ്, കർത്താവിനെ അറിയാം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാം, കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ പരിശുദ്ധമാവും നമ്മളെല്ലാവരും ഒരുക്കട്ടെ. കണ്ണിലടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച ആഴമേറിയ തിരുവചനങ്ങൾക്കായി സ്തോത്രം. വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണം, ആത്മാവിനാൽ നിറയ്ക്കണം. യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ആ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുമ്പോൾ ഏത് പാവിക്കും പാപമോചനമുണ്ട്, ഏത് പാവിക്കും നിത്യതയുണ്ട്. 2 കള്ളന്മാരുടെ നടുവിൽ യേശു കിടക്കുമ്പോൾ ഒരു കള്ളൻ പറഞ്ഞു, അങ്ങ് രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. ഈ ശബ്ദം കേൾക്കുന്ന യേശുവിനെ ഇതുവരെ കണ്ടുമുട്ടാത്ത മക്കളെ ദൈവങ്ങൾ തരുന്നപ്പ, അവരുടെ ഹൃദയത്തിനകത്ത് ആഴമായി കർത്താവ് നിറയണപ്പ. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോലും രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ, പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. ഏതെല്ലാം വിഷയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്ന് കർത്താവ് മാറോട് ചേർത്തടച്ച് സ്വർഗീയ സമാധാനം, തണുപ്പ്, സ്വസ്ഥത കൊടുക്കണപ്പ. സിയോനിൽ നിന്ന് അങ്ങ് നോക്കി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, കർത്താവിൽ ജീവിക്കുന്ന മക്കൾക്കായി സ്തോത്രം. അപ്പൻ്റെ കൂടെ നടക്കുവാനും അപ്പൻ്റെ സ്വഭാവത്താൽ നിറയുവാനും ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ നിറഞ്ഞ് കർത്താവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും സഹായിക്കണം. സകലമാന മഹത്വ അധികാരം പുലമ്പോഴും യേശുവിനെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.